ബാക്ക് ടു ബാക്ക് 100 crore ഇൻ മലയാളം സിനിമ. അടുത്തടുത്തായിട്ട് 100 കോടി ക്ലബിലേക്ക് മലയാള സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് 200 കോടിക്ക് മുകളിൽ കടന്നു. ആടുജീവിതം ഈ വർഷം 3 സിനിമകളാണ് ഇപ്പോൾ ഓൾറെഡി 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയത്, തിയേറ്റർ കളക്ഷൻ. ഇപ്പോൾ ഒരു സിനിമ കൂടി 100 കോടിയിലേക്ക് 100 കോടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ മറ്റൊരു സിനിമ കൂടിയും എത്താൻ ചാൻസ് ഉണ്ട്. ഈ വർഷം തുടങ്ങി 4 മാസമാകുന്നേ ഉള്ളൂ, ഇനി എത്ര സിനിമകൾ വരാണ്ട്. അപ്പം ആവേശം വർഷങ്ങൾക്ക് ശേഷം ഈ 2 സിനിമകളുടെ 11 ദിവസത്തെ കളക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ആവേശം എന്ന് പറഞ്ഞ സിനിമ നോക്കാം. നമ്മുടെ ഫഹദ് ഫാസിലിനെ അഴിച്ചുവിട്ട സിനിമ. എടാ മോനെ, സൂപ്പർ പടം, കിടിലൻ സിനിമ. കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോൾ തന്നെ 11 ദിവസം കൊണ്ട് 34,45,00,000 രൂപ കളക്ഷൻ നേടിക്കഴിഞ്ഞു. തമിഴ്നാട്ടിലാണെങ്കിൽ 4,90,00,000 രൂപ നേടി. കർണാടകയിലോ 5,50,00,000 കോടി. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 2,15,00,000. ഓവർസീസിൽ 40,05,00,000 രൂപ. ടോട്ടൽ 92 കോടിയാണ് വേൾഡ് വൈഡിൽ 11 ദിവസം കൊണ്ട് നമ്മുടെ ആവേശം എന്ന് പറഞ്ഞ സിനിമ നേടിയിട്ടുള്ളത്. മിക്കവാറും ഇന്ന് അവസാനിക്കുമ്പോൾ 100 കോടിയിൽ എത്തപ്പെടാൻ ചാൻസ് കൂടുതലാണ് ഈ ഒരു സിനിമ. കാത്തിരുന്ന് കാണാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ 4ാമത്തെ മലയാളത്തിലെ 100 കോടി ക്ലബിലേക്ക് ആവേശം പറന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത സിനിമ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രണവ് മോഹൻലാൽ, നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, നീരജ് മാധവൻ, ഒരു അജു വർഗീസ്, പിന്നെ കല്യാണി പ്രിയദർശൻ, ആസിഫ് അലി, ഒരു നീണ്ട താരതര തന്നെ രംഗത്തിറങ്ങിയ സിനിമ. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ കിടിലൻ സിനിമ. നിവിൻ പോളിയുടെ ഒരു കംബാക്ക്. ഇന്റർവെല്ലിന് ശേഷം നിവിൻ പോളിയെ കൊണ്ട് എടുക്കുകയാണ് സിനിമ. ഒറ്റയ്ക്ക് വന്നവനാടാ പട്ടികളെ. അപ്പോൾ ആ ഒരു സിനിമ, ഈ ഒരു സിനിമയും കളക്ഷൻ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ടോട്ടൽ 11 ദിവസം കൊണ്ട് 27,87,00,000 രൂപയാണ് നേടിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്നും 1,70,00,000 രൂപയും, കർണാടകയിൽ നിന്നും 3,50,00,000 രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 1,25,00,000 രൂപയും, ഓവർസീസിൽ നിന്നും 34,20,00,000 രൂപയും നേടി. ടോട്ടൽ വേൾഡ് വൈഡ് 65 കോടിയാണ് ഇപ്പോൾ 11ാം ദിവസം വരെ ഈ സിനിമയുടെ കളക്ഷൻ വന്നിട്ടുള്ളത്. ഇന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 70 കോടിക്ക് മുകളിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇത് പതുക്കെ 100 കോടിയിലേക്ക് എത്തപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചിലപ്പോൾ ഒരു 85-90 കോടിയിൽ അവസാനിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയും സിനിമകൾ, ഒരുപാട് സിനിമകൾ അടുത്ത ആഴ്ചകൾ റിലീസ് ഉണ്ട്. 26-ന് പവി കെയർടേക്കർ, 1-ാം തീയതി മലയാളി ഫ്രം ഇന്ത്യ, 3-ാം തീയതി നടികർ, 10-ാം തീയതി ഏതോ പിന്നെ സിനിമയുടെ പേരെന്ന് പറഞ്ഞു, 16-ാം തീയതി ഗുരുവായൂർ അമ്പലനടയിൽ, 24-ന് മന്ദാകിനി. അങ്ങനെ കുറേ സിനിമകൾ ഈ ഒരാഴ്ച 7 സിനിമകളോളം മെയ് മാസത്തിൽ മലയാളത്തിൽ നിന്ന് പ്രധാനപ്പെട്ട 7 സിനിമകളോളം റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മറികടന്നുകൊണ്ട് ഈ ഒരു സിനിമയും 100 കോടി അടിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും